നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തോൽപ്പിച്ച് പ്രതിപക്ഷ തിരുത്തിയിട്ടും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അഹങ്കാരത്തിനും ഇരട്ടത്താപ്പിനും യാതൊരു കുറവുമില്ല എന്ന് തെളിയിക്കുന്നതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പുതിയ പ്രസ്താവന. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ വേണ്ടി പുറത്തിറക്കിയ ധവളപത്രത്തെയാണ് ഇപ്പോൾ CPM കുറ്റപ്പെടുത്തുന്നത്. ഇത് കേന്ദ്രത്തിലെ BJPയുടെ സ്വകാര്യവൽക്കരണ നയമാണെന്നും ജനങ്ങളെ വഞ്ചിക്കുന്നതാണെന്നുമാണ് ഗോവിന്ദൻ മാഷിന്റെയും കൂട്ടരുടെയും ആരോപണം. ഇത് കേൾക്കുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഒട്ടാകെ പരിഹസിക്കുകയാണ്. 10 വർഷം തുടർച്ചയായി കേരളം ഭരിച്ച് ഖജനാവ് പൂർണ്ണമായും ശൂന്യമാക്കി സകല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും കടക്കണിയിലാക്കി പടിയിറങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് ഇവിടുത്തെ ധനസ്ഥിതി വെളിപ്പെടുത്തിയപ്പോൾ കുരുപൊട്ടി നിലവിളിക്കുന്നത്. തങ്ങൾ വരുത്തിവെച്ച ലക്ഷക്കണക്കിന് കോടിയുടെ ബാധ്യതകൾ ജനങ്ങൾക്ക് മുന്നിൽ പകൽ പോലെ വ്യക്തമാകുമെന്ന് ഭയന്നാണ് ഈ ആസൂത്രിത വ്യാജ പ്രചാരണവുമായി CPM രംഗത്തിറങ്ങിയിരിക്കുന്നത്. CPM പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യം പോലും നേരാവണ്ണം നടപ്പിലാക്കാത്ത ചരിത്രമാണ് കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പ് കാലത്ത് അധികാരത്തിൽ വന്നാൽ സ്കൂളുകൾ തുറക്കും, ബാറുകൾ പൂട്ടുമെന്ന് വലിയ വായിൽ പ്രഖ്യാപിച്ചവരാണ് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. എന്നാൽ അവർ ഭരണം കൈയാളിയപ്പോൾ എന്താണ് സംഭവിച്ചത്? കേരളത്തിലുടനീളം നൂറുകണക്കിന് പൊതുവിദ്യാലയങ്ങൾ പൂട്ടിക്കെട്ടുകയും മൂക്കറ്റം മദ്യം ഒഴുക്കാൻ വേണ്ടി സംസ്ഥാനത്തെ ഓരോ കവലകളിലും പുതിയ ബാറുകൾ തുറന്ന് കൊടുക്കുകയുമാണ് ചെയ്തത്. അങ്ങനെയുള്ള ഇരട്ടത്താപ്പിന്റെ രാജാക്കന്മാരാണ് ഇപ്പോൾ UDF സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കാനായി വരുന്നത്. കിഫ്ബിയുടെ പേര് പറഞ്ഞ് 1,10,000 കോടി നിക്ഷേപം നടത്തിയെന്ന് തള്ളുന്നവർ ആ കിഫ്ബി ഉണ്ടാക്കി വെച്ച പലിശ ബാധ്യതയും കടവും കാരണം വരും തലമുറയുടെ ഭാവി തന്നെയാണ് പണയപ്പെടുത്തിയതെന്ന് ധവളപത്രം വ്യക്തമാക്കുന്നുണ്ട്. ശമ്പള പരിഷ്കരണവും റിട്ടയർമെന്റ് പ്രായവും പറഞ്ഞ് സർക്കാർ ജീവനക്കാരെയും യുവാക്കളെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്ന CPM തങ്ങൾ ഭരിച്ചപ്പോൾ മാസങ്ങളോളം ശമ്പളവും പെൻഷനും കൊടുക്കാതെ ജീവനക്കാരെ തെരുവിൽ ഭിക്ഷക്കാരാക്കിയത് മറന്നുപോയോ? കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എത്രയൊക്കെ തെറ്റിദ്ധാരണകൾ പരത്താൻ നോക്കിയാലും ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി തന്നെ അറിയാം. കാരണം UDF സർക്കാർ അധികാരമേറ്റ് വെറും മണിക്കൂറുകൾക്കകം തന്നെ തങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പാക്കി തുടങ്ങിയിരിക്കുകയാണ്. വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ അവഗണിച്ച ആശാവർക്കർമാരുടെ പ്രതിഫലം പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് ദിവസങ്ങൾക്കകം തന്നെ വർദ്ധിപ്പിച്ചു നൽകി. അതുമാത്രമല്ല, ഇതാ ഈ മാസം 15 മുതൽ കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ടിക്കറ്റ് ഇനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം സർക്കാർ തന്നെ മുൻകൂറായി KSRTCക്ക് നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അധികാരത്തിലേറി വെറും 3 ആഴ്ച പിന്നിടുമ്പോൾ തന്നെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ നടപ്പിലാക്കി കാണിക്കുന്ന UDF സർക്കാരിന്റെ ഈ ജനപ്രീതി കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് CPM ഇപ്പോൾ ധവളപത്രത്തിന്റെ പേരിൽ കള്ളക്കണ്ണീരൊഴുക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം തങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് വലിയ പത്രപരസ്യങ്ങളും PR വർക്കുകളും നടത്തി ജനങ്ങളെ പറ്റിക്കാമെന്നാണ് പിണറായി വിജയനും കൂട്ടരും കരുതിയത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ദൂർത്തും അഴിമതിയും മടുത്ത ജനങ്ങൾ ഈ തള്ളുകളെല്ലാം തള്ളിക്കളഞ്ഞ് UDF സർക്കാരിനെ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിച്ചു. വികസനത്തിന്റെ പേരിൽ നാട് കൊള്ളയടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിപക്ഷത്തിരുത്തിയ ജനങ്ങൾ തന്നെയാണ് പുതിയ UDF സർക്കാരിന്റെ ഓരോ ജനക്ഷേമ നടപടികൾക്കും കൈയടിക്കുന്നത്. ഇനി അങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടായുസത്തിന്റെയോ PR തള്ളുകളുടെയോ കാലമല്ല. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പച്ചയായി നടപ്പിലാക്കുന്ന VD സതീശൻ സർക്കാരിന്റെ വികസന കാലമാണ്. 10 വർഷം കേരളത്തെ കടക്കണിയിലാക്കി മുടിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് പുതിയ UDF സർക്കാരിന്റെ ധവളപത്രത്തെ കുറ്റപ്പെടുത്തി പ്രസ്താവന ഇറക്കുന്നത്. സ്കൂളുകൾ തുറക്കും, ബാറുകൾ പൂട്ടുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് നേരെ തിരിച്ചു വെച്ച ചരിത്രമുള്ള CPM ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ വെറും പരിഹാസ്യരാവുകയാണ്. ഭരണം മാറി വെറും 3 ആഴ്ചയ്ക്കുള്ളിൽ ആശാവർക്കർമാരുടെ പ്രതിഫലം കൂട്ടിയും സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചും വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ സർക്കാരിന്റെ ജനപ്രീതി കണ്ട് സഹിക്കാൻ വയ്യാതെ കമ്മ്യൂണിസ്റ്റ് അസൂയയാണ് ഈ ഒരു പ്രസ്താവനയ്ക്ക് പിന്നിൽ. കോടികളുടെ PR വർക്കുകൾ നടത്തിയിട്ടും ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കിയത് അവർ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. ഇനി ആര് ഭരിക്കണമെന്ന് ജനങ്ങൾ കൃത്യമായി തീരുമാനിക്കും.